ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മുടെ ലൈവ് സെഷന് കാണാത്ത നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമാണ് നമ്മളെപ്പോലൊരു കൂട്ടുകാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം നേടാനുള്ള പ്രാപ്തരാക്കുക എന്നുള്ളത്. ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐഡിയാസും വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മൾ ഈ ഒരു ചാനലിലൂടെ സ്റ്റിച്ചിങ് വഴി വരുമാനം നേടാനുള്ള ഐഡിയാസാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് സ്റ്റുഡൻസിനും ഹോസ്റ്റലിലുള്ളവർക്കും കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതേവരെ നമ്മൾ ട്യൂട്ടോറിയൽസ് വീഡിയോസ് അല്ലാതെ എങ്ങനെയാണ് സെയിൽ കിട്ടുക, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കൂട്ടുകാരാണെങ്കിൽ ഇതൊക്കെ സക്സസ് ആവുമോ, എനിക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വലി പ്രൊഡക്റ്റ് സെയിലാക്കുന്നതിനേക്കാൾ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ അണ്ടറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഗ്നിറ്റിയും ഐഡൻറ്റിറ്റിയും ഉണ്ടാവും. അതായത് പല ഇടങ്ങളിലുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ച് കൊണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത്. അതായത് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. സോഫ്റ്റ് ടോയുടെ വർക്ക്ഷോപ്പ്, ഫെൽറ്റിൻ്റെ വർക്ക്ഷോപ്പ്, അതേപോലെ തന്നെ മെമ്മറി ടോയുടെ വർക്ക്ഷോപ്പ്. ആ ഒരു വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഇനിഷ്യേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നലത്തെ ലൈവിലും നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിങ് അറിയാവുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തന്നെ കുറേ അധികമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ അവർ ഇൻഡിവിജ്വലി സെയിലാക്കുമ്പോൾ 1-2 സെയിൽ നടക്കാറുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി പോസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇൻഡിവിജ്വലി ആ ഒരു കണ്ടിന്യൂസ് ഏണിങ്ങിലേക്ക് വരുള്ളൂ. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു ബ്രാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡാണ് എന്നൊക്കെ ആ ഒരു ഡിഗ്നിറ്റിയിൽ വരുമ്പോൾ കുറേ അധികം നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കല്ലാതെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ട്യൂട്ടോറിയൽസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കാരണം അവർ ചിലവർ നമ്മൾ കോഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന പോലെ എല്ലാ പ്രൊഡക്ട്സും ചെയ്യണം എന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടുകാർ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഫോട്ടോസും നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് അവർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ അവരിലേക്ക് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവരെയും കൂടെ ഇൻക്ലൂഡ് ആക്കാനുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേഷനിലേക്ക് എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മളിതിൽ ഷെയർ ആക്കുന്നുണ്ട്. നമ്മുടെ ഫെൽറ്റിൻ്റെ വർക്ക്ഷോപ്പ്, മെമ്മറി ടോയുടെ വർക്ക്ഷോപ്പ്, സോഫ്റ്റ് ടോയുടെ വർക്ക്ഷോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 15 ഡേയ്സും 21 ഡേയ്സും ഉള്ള വർക്ക്ഷോപ്പ്സ് നമ്മൾ നടത്തുന്നുണ്ട്. കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ കിറ്റ് മാത്രമായിട്ട് കിട്ടുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതിൻ്റെ കിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, ഫെൽറ്റിൻ്റെ ആണോ സോഫ്റ്റ് ടോയുടെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ ഐഡിയ എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ എത്രത്തോളം കൂട്ടുകാർ എൻ്റെ ഈ ഐഡിയ
ലേക്ക് ജോയിൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. കാരണം നമ്മളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ ചെയ്യുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഷെയർ ആക്കാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് മുൻഗണന നൽകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇൻഡിവിജ്വലി സെൻഡ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്ത് കൊണ്ടിട്ട് വേണം ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ സർട്ടിഫൈഡ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്തവരെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ആ ഒരു വർക്ക്ഷോപ്പും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മെയിൻലി അത് നമ്മൾ ഫെൽറ്റിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഫെൽറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പ്രൊഡക്ട്സ് ആണ്. അല്ലാതെ തന്നെ ഫെൽറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബേബി നഴ്സറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറച്ചല്ല, കുറേ അധികം പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വർക്ക്ഷോപ്സ് ആണ്. ഫോട്ടോ ഫ്രെയിംസ്, ഫെൽറ്റിൻ്റെ തന്നെ ആൽഫബറ്റ്സ് ചാർട്ട്, നെയിം ഹാങ്ങിങ്, ക്രാഡിൽ ഹാങ്ങിങ്, അങ്ങനെ ഒരു 7 പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 7 പ്രൊഡക്റ്റും കൂടെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരിലേക്കും ഏണിങ്സ് എത്തിക്കുക എന്നുള്ള ഒരു ഫോക്കസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഫെൽറ്റിൻ്റെ വർക്ക്ഷോപ്പ്. ഫെൽറ്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഉള്ള വർക്ക്ഷോപ്പും ഉണ്ട്. അതിൽ വേറെ പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളും ബേബി നഴ്സറി ഡെക്കർ ഐറ്റംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പുതിയ ബ്രാൻഡിൻ്റെ ഇനീഷ്യേഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും അത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പാറ്റേൺസിനെ കുറിച്ച് കുറേയധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റേൺസ് മാത്രമായിട്ട് സെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ പാറ്റേൺസും നിങ്ങൾക്ക് വേണോ, അല്ല എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺ മാത്രം മതിയോ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഏതിൻ്റെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ താഴെ പൊതുവെ നമ്മൾ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇത് നമ്മൾ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പാറ്റേൺസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിറ്റിൻ്റെ കാര്യം, അതേപോലെ കിറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓരോ വർക്ക്ഷോപ്പിലേക്കുള്ള കിറ്റ് ഡിഫറെൻ്റ് ആണ്. ഫെൽറ്റിൻ്റെ വർക്ക്ഷോപ്പിലേക്കുള്ള കിറ്റല്ല നമ്മൾ സോഫ്റ്റ് ടോയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ എല്ലാത്തിലും പഠിപ്പിക്കുന്ന പാറ്റേൺസിനനുസരിച്ചുള്ള കിറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ മെമ്മറി ടോയ്സിന് കിറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. മെമ്മറി ടോയ്സ് നമ്മൾ തുണികൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. സ്റ്റഫിങ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിലേക്കുള്ള ക്ലാസ്സസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പിനെ കുറിച്ചും ബ്രാൻഡ് ഇനിഷ്യേഷനെ കുറിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ട്യൂട്ടോറിയലുമായിട്ട് വരാം. താങ്ക് യു.